ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും മയിലാട്ടത്തിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ വീഡിയോയുടെ പാർട്ട് 1 കാണാത്തവരാണെങ്കിൽ അത് പോയിട്ട് കാണൂ. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കാം. അടുത്ത ദിവസം അങ്കിള് ജോലിക്ക് പോയി, പിള്ളേർ സ്കൂളിൽ പോയി. ആൻറ്റി അവിടെ ഒറ്റയ്ക്ക്. എനിക്ക് ലീവായിരുന്നു, എക്സാം അല്ലേ. എനിക്ക് ഈ സംഭവം അരുണിനെ അറിയിക്കണം. ഞാൻ നേരെ ആൻറ്റിയുടെ അടുത്തേക്കാണ് പോയത്. അരുണിനെ ആ ഏരിയയിൽ കണ്ടില്ല. ഞാൻ വാതിക്കൽ കൂടി കയറിച്ചെന്നു. അടുക്കളയിലാണ്, പാചകമാണ്. ഞാൻ ആൻറ്റിയെ അടുക്കളയിൽ നിന്ന് നോക്കി. സാധാരണ അവിടെ ചെല്ലുമ്പോൾ തല തിരിച്ച് ആരാ എന്ന് നോക്കിയിട്ട് ആൻറ്റിയുടെ ഒരു ചിരിയുണ്ട്, ആ കഴപ്പാഞ്ചിരി. ആൻറ്റി എന്നെ കണ്ടു. ആൻറ്റി, ഇരിക്കടാ, അവിടെ ഒരു കസേര ഇപ്പോഴും ഉണ്ടാകും. ഞാൻ, ആ ആൻറ്റി. ആൻറ്റിക്കൊരു ബുദ്ധിമുട്ടുണ്ട്. ആൻറ്റി, നീ കാപ്പി കുടിച്ചോ? ഞാൻ, ആ കുടിച്ചു ആൻറ്റി. ഞാൻ ആൻറ്റിയുടെ പൂറും ചാരി നിന്നുള്ള പത്രം കഴുകൽ കാണുമായിരുന്നു. ഞാനും ആൻറ്റിയും മിണ്ടുന്നില്ല. ആൻറ്റി തല തിരിച്ച് എന്നോട് ചോദിച്ചു, അത് ആരോടേലും പറഞ്ഞോ? ഞാൻ, എന്ത്? ഇന്നലെ ഉണ്ടായത്. ഞാൻ, ഇല്ല ആൻറ്റി, ഞാൻ ഒരിക്കലും അത് ആരോടും പറയില്ല. ആൻറ്റി സ്വയം ന്യായീകരിക്കാൻ സംസാരിക്കാൻ തുടങ്ങി. അയാള് ശല്യടാ, കുറേ നാളായി. ഞാൻ, ആൻറ്റി അങ്കിളിനോട് പറഞ്ഞില്ലേ? ആൻറ്റി, അറിഞ്ഞാൽ അങ്കിൾ എന്തേലും ചെയ്താലോ? ഞാൻ, ആൻറ്റി, എന്താടാ, നിനക്കെന്നെ വിശ്വാസമായില്ലേ? ആൻറ്റി അതും പറഞ്ഞ് കരയാൻ തുടങ്ങി. ഞാൻ ആൻറ്റിയുടെ അടുത്തേക്ക് ചെന്നു. ഞാൻ, കരയണ്ട ആൻറ്റി, സാരമില്ല. ഞാൻ ആൻറ്റിയെ സൈഡിൽ കൂടെ കെട്ടിപ്പിടിച്ചു. ആൻറ്റി പത്രം കഴുകുമായിരുന്നു, അല്ല നേരെ കെട്ടിപ്പിടിക്കുമായിരുന്നു. ഞാൻ ഒരു കൈകൊണ്ട് കെട്ടിപ്പിടിച്ചു. ആൻറ്റിയുടെ മുലകുഴി കണ്ടു ഞാൻ. എന്നിട്ട് സാരമില്ല എന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ചു. ഞാൻ അവിടെ പഴയ പോലെ എപ്പോഴും പോകാൻ തുടങ്ങി. ആൻറ്റിയെ കമ്പനിയാക്കി കളിക്കണമെന്നായി എനിക്ക്. അരുണിനെ കാണുന്നില്ല, അവൻ്റെ അടുക്കളവാതിലും തുറക്കുന്നില്ല. എന്റെ പ്ലാൻ പോലെ തന്നെ ആൻറ്റിയെ ഞാൻ നല്ല കമ്പനിയാക്കി. എനിക്ക് എന്തും പറയാം, ആൻറ്റിക്കും പറയാം എന്നുള്ള രീതിയിലാക്കി. എന്റെ വീട്ടിൽ ഞാൻ ആൻറ്റിയുടെ വീട്ടിലിരുന്ന് പഠിക്കാൻ പോവാ എന്ന് പറഞ്ഞിറങ്ങും. ആൻറ്റി പിള്ളേരെ വിളിക്കാൻ പോകുമ്പോൾ ഞാൻ വീട്ടിലോട്ട് പോരും. ആൻറ്റിക്കതിഷ്ടമല്ലായിരുന്നു. ആൻറ്റി, നീ എന്റെ ജാരാനാണോ എന്നൊക്കെ എന്നോട് കമ്പനിയായപ്പോൾ ചോദിക്കും. കാരണം ഞാൻ ആരുമില്ലാത്തപ്പോഴല്ലേ അവിടെ ഇരിക്കൂ. ഞാൻ എത്രയും കാലം കണ്ട മിനിയാൻറ്റി അല്ലായിരുന്നു അത്. എന്നോട് ശരിക്കും ഓപ്പണായി. ഒരു ദിവസം അവസരം കിട്ടിയപ്പോൾ ഞാൻ അരുണിന്റെ അച്ഛന്റെ വിഷയം എടുത്തിട്ടു. ഞാൻ, ആൻറ്റി, ഈ അരുണിന്റെ അച്ഛന്റെ ആളെങ്ങനെയാണ്? ആൻറ്റി, ഒന്ന് പോയടാ, അയാളുടെ കാര്യം പറയണ്ട. ഞാൻ, ആ പറയാൻറ്റി. ആൻറ്റി, നിനക്കെന്താ വേണ്ടത്? ഞാൻ, എനിക്കൊന്നും വേണ്ട ആൻറ്റി. ആൻറ്റി, നിനക്കൊക്കെ എന്താ വേണ്ടതെന്നൊക്കെ എനിക്കറിയാം. ഞാൻ, എന്ത്? നിനക്കൊക്കെ ആരാ? ആൻറ്റി, നീയും അരുണും. ഞാൻ, ആൻറ്റി, ഇതെന്തൊക്കെയാ പറയുന്നേ? ആൻറ്റി, നീയൊക്കെ എന്നെ നോക്കി വെള്ളമിറക്കുന്നത് ഞാൻ കാണാറില്ല എന്നാണോ കരുതിയത്? ഞാൻ, ആൻറ്റി, അത് ഞാനൊന്നുമല്ല. ആൻറ്റി, ഒന്ന് പോടാ, മുഖത്ത് നോക്കി കള്ളം പറയുന്നോ? ഞാൻ തുണി അലക്കുമ്പോൾ എനിക്ക് നാണം തോന്നും നിന്റെയൊക്കെ നോട്ടം കാണുമ്പോൾ. എനിക്ക് ശരീരം വേദനയാ. നീയൊക്കെ കണ്ണുവെച്ചെന്റെ എല്ലാം വേദനയും നീരുമാ. ഫ്രണ്ടിൽ നിന്നും നീ, പുറകിൽ നിന്നും അരുൺമോൻ. എനിക്ക് തുളി ഉരിഞ്ഞു പോകുന്ന പോലെ തോന്നും ചിലപ്പോഴൊക്കെ. ദേഷ്യം വരും, പിന്നെ പിള്ളേരല്ലേ എന്ന് വിചാരിച്ചു വിടും. അരുൺ നോക്കുന്നത് പോട്ടെ, കുഴപ്പമില്ല. നീ എന്നെ നോക്കുന്നത് എന്തുവാടാ? ഞാൻ നിന്റെ ആൻറ്റിയല്ലേ? ഞാൻ, ആൻറ്റി, അത് ആൻറ്റിയെ കണ്ടാൽ ആരായാലും ഒന്ന് നോക്കും. ഒന്ന് നോക്കിയിട്ട് ഇങ്ങനെ? ഇത് വർഷങ്ങളായിട്ടുള്ളതല്ലേ? അതും കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി ആൻറ്റി എല്ലാം കാണുന്നുണ്ടായിരുന്നുവെന്ന്. എനിക്ക് പേടിയുണ്ടായിരുന്നു. ആൻറ്റിയുടെ റിയാക്ഷൻ എങ്ങനെയാണെന്ന് പറയാൻ കഴിയില്ല. കലിപ്പ് ട്യൂൺ പോലെയാ എനിക്ക് തോന്നിയത്. ഞാനത് വിഷയം മാറ്റി. ഞാൻ, ആൻറ്റി, എന്തായിരുന്നു അരുണിന്റെ അച്ഛനുമായിട്ട്? ആൻറ്റി, അതെങ്ങനെ ഞാൻ നിന്നോട് പറയുന്നേ? ഞാൻ, ആൻറ്റി, നമ്മൾ തമ്മിൽ അങ്ങനെയുള്ള വേർതിരിവൊന്നുമില്ല. എന്നോട് ആൻറ്റിക്ക് എന്തും പറയണം. ആൻറ്റി, നിന്നെ ഞാൻ വിശ്വസിക്കുക. ഞാൻ, ആ എന്നാ പറ. ആൻറ്റി,
ഒരു ദിവസം ഞാൻ ഡ്രസ്സൊക്കെ എടുത്ത് അകത്തിടാൻ ലേറ്റായി. മുറിയിൽ ആളുണ്ടായിരുന്നു. ആൻറ്റി ഒരു അടിപൊളി ബ്യൂട്ടി പാർലർ നടത്തുന്നുണ്ട്. വീട്ടിൽ തന്നെയാണ്. ആൻറ്റിക്ക് നല്ല കോണ്ടാക്റ്റുണ്ട്, നല്ല വരുമാനവുമുണ്ട്. ഞാൻ, എന്നിട്ട്? ആൻറ്റി, അയാളെൻ്റെ ബ്രായം ഷടിയൊക്കെ എടുത്തോണ്ട് പോയി. ഞാൻ അഴയുടെ അടുത്ത് ചെന്നപ്പോൾ അങ്ങേര് എന്നെ നോക്കി അവരുടെ അടുക്കളയിൽ നിൽക്കുക. എന്നിട്ട് അടുക്കളയിൽ നിന്നും എന്നോട് പറയുക, അരുണിന്റെ അച്ഛൻ, ഇതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ രാത്രി എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞുവാ. എനിക്ക് അടിയിലിടാൻ ഒന്നുമില്ല. ഷെടാ, അവിടെ എപ്പോഴും അരുൺ ഉണ്ടാക്കണ്ടയാണല്ലോ. ആൻറ്റി, അവൻ പാല് മേടിക്കാൻ പോയേക്കുമായിരുന്നു. അല്ലേലും അവൻ നല്ല സമയത്തൊന്നും അവനുണ്ടാകില്ല. അല്ലാത്തപ്പോഴെപ്പോഴും ഉണ്ടാകും. 2 പ്രാവശ്യം ഞാൻ ശ്രദ്ധിച്ചു അവനെക്കുറിച്ച് ആൻറ്റി പറയുന്നത്. നേരത്തെ അവനെക്കുറിച്ച് പറഞ്ഞു, അവൻ നോക്കിയാൽ പിന്നെയും കുഴപ്പമില്ല എന്ന്. ഇപ്പൊ പറയുന്നു, നല്ല നേരത്ത് അവൻ കാണില്ല എന്ന്. ഞാൻ, ആൻറ്റി, അങ്കിളിനോട് പറയാൻ പാടില്ലായിരുന്നോ? ആൻറ്റി, എടാ, അതെന്തിനാ വെറുതെ? ഞാൻ, സത്യം പറ, എന്തോ കാര്യമുണ്ട്. ആൻറ്റി, പോടാ, ഒന്നുമില്ല. ഞാൻ, ഇല്ലെങ്കിലോ? ആൻറ്റി, കൊള്ളവല്ല നീ. ഞാൻ, ചുമ്മാ പറഞ്ഞത് ആൻറ്റി. പക്ഷേ ആൻറ്റി പറ, എനിക്കറിയണം. ഞാൻ അതും പറഞ്ഞ് ചിരിച്ചു. ആൻറ്റി, എനിക്കൊരു അബദ്ധം പറ്റിയതാ. അരുണിന് എന്നോട് ശരിക്കും ഇതല്ലേ? അപ്പോ അവന്റെ ആഗ്രഹം സാധിച്ചു കൊടുക്കാമെന്ന് വെച്ചതാ. ഞാൻ, എന്തിത്? ആൻറ്റി, എടാ, നീയൊക്കെ എന്തിനാ എന്നെ നോക്കുന്നത്? അത് തന്നെ. ഞാൻ, ആൻറ്റി, എനിക്കും അവനും ഒരേ ഇതാ. ആൻറ്റി, നീ എന്റെ മകനെ പോലെയാണ്. ഞാൻ, എന്നാലും പോലെയല്ലേ, പിന്നെന്താ? ആൻറ്റി, ഒന്ന് പോടാ ചെക്ക. ഞാൻ, എന്നാലും ആൻറ്റി കൊള്ളാവല്ലോ. അവനെപ്പോലെ ഒരുത്തനോണ്ട് ഇങ്ങനെയാണ് ആൻറ്റി. ആൻറ്റി, പോടാ ഒന്ന്. ഞാൻ, അത് പുച്ഛത്തോടെ പറഞ്ഞു. ആൻറ്റി, അവൻ ഐഡി എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്നവർക്കറിയില്ല അവന്റെ കഴിവ്. ഞാൻ, എന്ത്? അവനെന്താ, എത്ര പ്രത്യേകത? ആൻറ്റി, ആ, അതൊക്കെ ഉണ്ടവന്. ഒരു പെണ്ണിനെ കൊടുത്തു നോക്ക്, അവള് പറഞ്ഞു തരും അവന്റെ കഴിവ്. എനിക്കതിഷ്ടപ്പെട്ടില്ല. എന്നെ കൊച്ചാക്കിയ പോലെ തോന്നി. ഞാൻ, എന്നാൽ ആൻറ്റിയെ കൊടുത്തു നോക്ക്, എന്നിട്ട് ആൻറ്റി എന്നോട് പറഞ്ഞാ മതി. ആൻറ്റി അത് കേട്ടപ്പോൾ ചിരിച്ചു. ആൻറ്റി, എനിക്ക് ഓക്കെയാണ്, പക്ഷെ ആ മണ്ടൻ അറിയില്ലാലോ അത്. ഞാൻ ഞെട്ടിപ്പോയി. ആൻറ്റിക്ക് അവനെ ഇഷ്ടമാണോ? ആൻറ്റി, അതേലോ. ആൻറ്റി ചെറിയ ചമ്മലോടെ പറഞ്ഞു. ആൻറ്റി, എനിക്കെന്ത്? അതൊന്നും തോന്നിക്കൂടെ? നിനക്കൊക്കെ തോന്നുന്നുണ്ടല്ലോ. ഞാൻ, എന്നാലും ആൻറ്റി, അവനോട് എങ്ങനെ അവൻ അതിനുള്ളൊക്കെയുണ്ടോ? ആൻറ്റി, അതൊക്കെയുണ്ട്. നീ കാണാത്ത കുറേയുണ്ട്. പിന്നെ എനിക്കിഷ്ടപ്പെട്ട കുറേ കാര്യങ്ങൾ അവനുണ്ട്. ഏറ്റവും ഇഷ്ടമുള്ളത് അവനെന്റെ കറക്റ്റ് പോകാമാണ്. ഞാൻ, അവനെയോ? അവനെ കാണാൻ പോലും കൊള്ളില്ല. ഞാൻ അവന്റെ എല്ലാം കണ്ടിട്ടൊക്കെയുണ്ട്. ആൻറ്റി, അയ്യേ, നീയൊക്കെ മറ്റേതാണോ? ഞാൻ, അയ്യേ, ഞാനല്ല, അവനാണെന്ന് തോന്നുന്നു. ആൻറ്റി, പിന്നെ നീ എങ്ങനെയാണ് അവന്റെ കണ്ടത്? ഞാൻ, അവനാണെന്നെ അടിക്കാൻ പഠിപ്പിച്ചു തന്നത്. ആൻറ്റി, ഇങ്ങനെ അവൻ പിടിച്ചടിച്ചോ? ആൻറ്റി സങ്കടത്തോടെ ഞെട്ടിപ്പോയി. എന്നിട്ട് ചോദിച്ചു. എനിക്കതിഷ്ടപ്പെട്ടില്ല. ഞാൻ, അല്ല, അവനും അടിച്ചു, ഞാനും അടിച്ചു. അവൻ അടിക്കുന്നത് നോക്കി. ആൻറ്റി, നെഞ്ചത്ത് കൈവച്ച് ശ്വാസം വിട്ടു. ആൻറ്റി, ആശ്വാസമായി. ഞാൻ, അല്ല, ആൻറ്റി കണ്ടിട്ടുണ്ടോ അവന്റെ? ആൻറ്റി, പോടാ ഒന്ന്, ഞാൻ ഊഹിച്ചതാ. ഞാൻ, വോഹ്, പെന്നെ, സത്യം പറ. ആൻറ്റി, സത്യം, നിനക്ക് വിശ്വാസമില്ലേ? നീ അവനോട് ചോദിച്ചു നോക്ക്. ഞാൻ, ആ, ഉണ്ടായിരുന്നേ അവൻ ഉറപ്പായിട്ടും എന്നോട് പറയും. ആൻറ്റി, അവൻ കളിക്കാൻ മിടുക്കനായിരിക്കും, എനിക്ക് ഉറപ്പാണ്. ഞാൻ, അത് ശരിയാ. ആൻറ്റി, അതൊക്കെയുണ്ട്. നീ കാണാത്ത കുറേയുണ്ട്. പിന്നെ എനിക്കിഷ്ടപ്പെട്ട കുറേ കാര്യങ്ങൾ അവനുണ്ട്. ഏറ്റവും ഇഷ്ടമുള്ളത് അവനെന്റെ കറക്റ്റ് പോകാമാണ്. ഞാൻ, അവനെയോ? അവനെ കാണാൻ പോലും കൊള്ളില്ല. ഞാൻ അവന്റെ എല്ലാം കണ്ടിട്ടൊക്കെയുണ്ട്. ആൻറ്റി, അയ്യേ, നീയൊക്കെ മറ്റേതാണോ? ഞാൻ, അയ്യേ, ഞാനല്ല, അവനാണെന്ന് തോന്നുന്നു.
ആൻറ്റി, പിന്നെ നീ എങ്ങനെയാണ് അവന്റെ കണ്ടത്? ഞാൻ, അവനാണ് എന്നെ അടിക്കാൻ പഠിപ്പിച്ചു തന്നത്. ആൻറ്റി, ഇങ്ങനെ അവൻ പിടിച്ചടിച്ചോ? ആൻറ്റി സങ്കടത്തോടെ ഞെട്ടിപ്പോയി. എന്നിട്ട് ചോദിച്ചു. എനിക്കതിഷ്ടപ്പെട്ടില്ല. ഞാൻ, അല്ല, അവനും അടിച്ചു, ഞാനും അടിച്ചു. അവൻ അടിക്കുന്നത് നോക്കി. ആൻറ്റി, നെഞ്ചത്ത് കൈവച്ച് ശ്വാസം വിട്ടു. ആൻറ്റി, ആശ്വാസമായി. ഞാൻ, അല്ല, ആൻറ്റി കണ്ടിട്ടുണ്ടോ അവന്റെ? ആൻറ്റി, പോടാ ഒന്ന്, ഞാൻ ഊഹിച്ചതാ. ഞാൻ, ബോഹ്, പിന്നെ സത്യം പറ. ആൻറ്റി, സത്യം? നിനക്ക് വിശ്വാസമില്ലേ? നീ അവനോട് ചോദിച്ചു നോക്ക്. ഞാൻ, ആ, ഉണ്ടായിരുന്നേ അവൻ ഉറപ്പായിട്ടും എന്നോട് പറയും. ആൻറ്റി, അവൻ കളിക്കാൻ മിടുക്കനായിരിക്കും, എനിക്കുറപ്പാണ്. ഞാൻ, അത് ശരിയാ. ആൻറ്റി, അതൊക്കെ